യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷം 21 അധ്യായം 1-4 തിരുവചനങ്ങളിൽ ദൈവത്തിന് എന്നെയും നിന്നെയും കുറിച്ചുള്ള അറിവ്, അത് ദൈവത്തിനോട് എനിക്കെത്രമാത്രം അടുപ്പമുണ്ടെന്ന് കാണിക്കാൻ മറ്റുള്ളവരെ വീമ്പിളക്കി കൊണ്ടു നടക്കേണ്ട ആവശ്യമില്ല. അതാണ് സാധുവായ വിധവയുടെ കാണിക്കയെ പരാമർശിച്ചുകൊണ്ട് ഈശോ സംസാരിക്കുന്നത്. മറ്റുള്ളവരെല്ലാവരും കാണിക്കകൾ അർപ്പിച്ചപ്പോൾ ആ വിധവ തനിക്കുണ്ടായിരുന്നത്, തൻ്റെ ഉപജീവനത്തിനുള്ളത് പോലും ആ വക മാറ്റിവെക്കാതെ സമർപ്പിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ സമർപ്പണത്തിന് ആധികാരമായിട്ട് നിലകൊള്ളുന്നത് ദൈവത്തോടുള്ള മനസ്സിൻ്റെ അടുപ്പമാണ്. ദൈവത്തോട് എന്നെ തന്നെ ചേർത്ത് വയ്ക്കുന്നതാണ് യഥാർത്ഥമായ ദാരിദ്ര്യം. മറ്റെല്ലാ സമ്പത്തുകളിൽ നിന്നും അകറ്റി മാറ്റപ്പെട്ട ദൈവവുമായിട്ടുള്ള ആത്മീയ ബന്ധത്തിൻ്റെ ഒരു പ്രകടനമാണ് സമർപ്പണം. അതെത്രമാത്രം പ്രമാണരേഖകൾ വായിച്ച് പഠിപ്പിച്ചാലും എന്നിലും നിന്നിലും ആ ദൈവത്തോടുള്ള അടുപ്പം ചേർന്ന് നിൽക്കുന്ന ഭാവമില്ല എങ്കിൽ സമർപ്പണം അത് ശൂന്യതയാണ്. ആ സമർപ്പണത്തിന് പകരം, അല്ലെങ്കിൽ ദാരിദ്ര്യത്തിന് പകരം സമ്പത്ത് ആർജിക്കാനും സ്ഥാനമാനങ്ങൾക്കും വേണ്ടിയുള്ള നെട്ടോട്ടങ്ങളാണ്. എപ്പോഴും മേൽക്കോയ്മ സ്ഥാപിച്ചെടുക്കാൻ. നീ അധികാരി എന്ന് പറഞ്ഞാൽ പോലും നിൻ്റെ അധികാരത്തിൻ്റെ പ്രമത്ത മറ്റുള്ളവരെ അടക്കി വാഴാനുള്ള നിൻ്റെ പ്രവണതയാണത്. യേശു പറയുന്നു, ഞാൻ ശുശ്രൂഷിക്കപ്പെടാനല്ല ശുശ്രൂഷിക്കുവാനാണ് കടന്നു വന്നിരിക്കുന്നത് എന്ന്. അപ്പോൾ പ്രിയമുള്ളവരെ, ആ സാധുവിധവയുടെ സമർപ്പണം പോലെ നമ്മളുടെ മനസ്സും ഹൃദയവും ആത്മാവും ദൈവത്തോട് ഒട്ടിച്ചേർന്ന് നിൽക്കുന്നതാകട്ടെ. മറ്റെല്ലാം കടന്നു പോകുന്നതാണ്. ഈ ഇരിക്കുന്ന നിമിഷത്തിൽ പോലും ഞാൻ മറിഞ്ഞു വീണ് അത് മൃതി അടയുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നതെങ്കിൽ അത് ദൈവത്തിൻ്റെ ഇഷ്ടമാണ്. അല്ലാതെ എനിക്ക് മേൽക്കോയ്മ ഉണ്ടാക്കാൻ വേണ്ടി കൊട്ടിഘോഷിച്ച് നടന്നിട്ട് എപ്പോഴും ആറടി മണ്ണിൻ്റെ താഴെയിലേക്ക് പോകാനുള്ളതാണെന്നുള്ള ബോധം സൃഷ്ടിച്ചെടുക്കുക. അപ്പോൾ ഈശോ പരാമർശിക്കുന്ന സന്ദേശം അത് സമർപ്പണ ബോധ്യമാണ്. ഈ സമർപ്പണ ബോധ്യം നമ്മുടെ ജീവിതം തുടരാൻ പരിശുദ്ധാത്മ സഹായിക്കട്ടെ. ആമേൻ.